അപ്പൊ അയാൾ തന്നെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് ആ ചെയ്തതോടെ എന്റെ കുലമേ മുടിഞ്ഞു പോയി എന്ന് പറഞ്ഞ ആള്. അപ്പൊ അയാൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് അറിയുന്ന സമയത്ത് ഇവര് ഗ്രാമമുഖ്യനെ കണ്ടിട്ട് പറയും നമുക്ക് തലൈക്കൂത്തൽ ചടങ്ങിന് സമയം കുറിക്കണം എന്ന് പറയും. അയാളുടെ ഫാദർ മരിച്ചത് രാജീവ് ഗാന്ധി കാരനാണെന്നാണ് അയാൾ പറയുന്നത്. അതായത് ആകാശം നോക്കുന്ന സമയത്ത് പിന്നെ തനു പറയാണ്, നോക്കിക്കോ നാളെ ഞാൻ അവിടെ ഉണ്ടാവും, നക്ഷത്രമായിട്ട് തിളങ്ങി നിൽക്കുന്ന പറയാം. അപ്പൊ മറ്റുള്ളവർ പറയും, ഓ നീ എന്തൊരു ഭാഗ്യം, ഞങ്ങൾക്കൊക്കെ എപ്പോഴാണ് ഈ ചാൻസ് വരാൻ പോകുന്നത്. കാരണം അവരൊക്കെ ഈ മരിക്കാൻ വേണ്ടിയിട്ട്, അതായത് തമിഴ് ഈഴത്തിന് വേണ്ടിയിട്ട്, വിടുതലയ്ക്ക് വേണ്ടിയിട്ട് അവർ അത്രയും റെഡിയാണ്. ലൈഫ് പോയാലും കുഴപ്പമില്ല. ഈ നളിനിയുടെ പ്രസവത്തിന് ഈ ആളെ തന്നെയാണ് ഡെപ്യൂട്ട് ചെയ്തത്. അനസൂയ കത്തിക്കരിഞ്ഞ ശരീരവും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഫസ്റ്റ് ഡ്യൂട്ടി വന്നത് അന്ന് ഇവരെ കൊണ്ട് അവിടെ കാവൽ നിർത്തിച്ചു. അവർ പറയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് സഹിക്കാൻ പറ്റാതെ, അതായത് രാജീവ് ഗാന്ധിയെ കൊന്ന ഒരാളുടെ പ്രസവത്തിന് കൂട്ടിരിക്കാൻ അതേ ബ്ലാസ്റ്റിൽ തന്നെ ഇതൊക്കെ നഷ്ടപ്പെട്ട എന്നെ തന്നെ അവർ നിയോഗിച്ചു എന്ന്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനൊക്കെ ഒരു ചലഞ്ച് ഏറ്റെടുക്കായിരുന്നു, നമ്മുടെ മുഖ്യമന്ത്രിക്കോ ആർക്കെങ്കിലും ഒക്കെ. അതെ, അതൊന്ന് പോയി നോക്കാലോ. അങ്ങനെ അത്രയും ഗഡ്സ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിലൊന്നും പോയി വരിക, അധികാരം നഷ്ടപ്പെടില്ല, നമുക്ക് കാണാലോ. മീൻസ് അതൊന്ന് പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടിയാണിത്. എല്ലാവർക്കും ഇതാ ഒരു സുവർണ അവസരം. ഞങ്ങളും കൂടി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ചലഞ്ചായിട്ട് ചെയ്താൽ മതി. അങ്ങോട്ട് പോവുക, എന്നിട്ട് വരിക. ഹായ് ഹലോ, മീഡിയ ഭാരതിലെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അഥീന. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദയുടെ ഓതർ, എഴുത്തുകാരനും അധ്യാപകനുമായ നിസാർ ഇൽത്തുമിഷാണ്. സർ, വെൽക്കം ടു മീഡിയ ഭാരത്. താങ്ക് യു. പിന്നെ നമ്മുടെ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദയിൽ നമ്മൾ ആരംഭിച്ച് ഇതിപ്പോ ഞാൻ തന്നെ സാറിനെ ഇന്റർവ്യൂ ചെയ്യുന്ന മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ്. എന്തായാലും നല്ല നിമിത്തം തന്നെയാണെന്ന് നമുക്ക് ഇതിൽ നിന്നും സമാശ്വസിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ദായമക്കൈ ഇപ്പോ മൂവി ആവാനായിട്ടുള്ള ഒരുക്കത്തിലൊക്കെയാണ് അല്ലെ? എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങളൊന്ന് പറയാം. അത് അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണം തമിഴിലാണ് സിനിമ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് സമയം എടുക്കാൻ മതി. പിന്നെ അത് എനിക്കതിൽ ഡയറക്ട്ലി വേറെ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. സ്ക്രിപ്റ്റിംഗ് ഒക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ പുസ്തകം റൈറ്റ്സ് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ അത് അതിന്റെ വഴിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ അവരൊക്കെ പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അതിലും അടിപൊളിയായി പുതിയൊരു ബുക്കിന്റെ അതിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടാണ്. പുസ്തകത്തിന്റെ പേര് തലൈക്കൂത്തൽ എന്നാണ്. തലൈക്കൂത്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അത് ഞാൻ എപ്പോഴും പുസ്തകം എഴുതുന്ന സമയത്ത് ടൈറ്റിൽ ഇങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആക്കാൻ നോക്കാറുണ്ട്. അപ്പോ ഇത് ആക്ച്വലി തമിഴ് വേർഡാണ് തലൈക്കൂത്തൽ എന്നുള്ളത്. പിന്നെ മാത്രല്ല ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേര്, ഒരു ആചാരമാണ്. ആ ആചാരത്തിന് പറയുന്ന പേരാണ് തലൈക്കൂത്തൽ. അപ്പൊ എനിക്ക് ആ പുസ്തകത്തിന് അതിനിട്ടാൽ മതിയല്ലോ. അപ്പൊ വേറെ ടൈറ്റിൽ അന്വേഷിച്ച് പോകേണ്ടി വന്നിട്ടില്ല. അപ്പൊ എന്താണ് തലൈക്കൂത്തൽ? തലൈക്കൂത്തൽ എന്ന് പറഞ്ഞത് ഒരു സംഭവം തന്നെ. അതായത് അധികം ആൾക്കാരൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഈ തലൈക്കൂത്തൽ. മലയാളികൾ പ്രത്യേകിച്ചും അങ്ങനെ വലിയ അറിവുണ്ടാവില്ല. ഞാൻ ചോദിച്ച ആൾക്കാർക്കൊന്നും തലൈക്കൂത്തൽ എന്താണെന്ന് അറിയില്ല. ഈ തലൈക്കൂത്തൽ എന്താന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ തലൈക്കൂത്തലിനെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാന്ന് പറയാം. ഞാൻ നാട് വിട്ടു പോയ കഥ നമ്മൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആരും സഞ്ചരിക്കാത്ത ഊടുവഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിൽ സെറ്റായി അത് അക്ഷരങ്ങളിലേക്ക് ഒരു 10 കൊല്ലോ അല്ലെങ്കിൽ 100 കൊല്ലം എഴുതാനുള്ളത് ആ യാത്രയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ആ 105 ദിവസത്തെ യാത്ര 17-ാം വയസ്സിൽ നടത്തിയ ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അപ്പൊ അത് കണ്ടിട്ടില്ല. പക്ഷെ ആ ചെയ്ത ആളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാനും റഫീഖും ഏകദേശം ആ ഒരു സമയത്ത് മയിലാടുതുറൈ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പെട്ടു. ഇങ്ങനെ ചെന്നൈന്റെ പരിസരം. ഞങ്ങൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പിലായിരുന്നു കടന്നുറങ്ങാറ്. അപ്പൊ ഏകദേശം ഒരു 7 ദിവസമായി കുളിച്ചിട്ട്. അപ്പോൾ കുളിക്കാൻ ഭയങ്കര ടെൻഡൻസി. അതായത് ഞങ്ങളെ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടുപുറത്ത് കരിമ്പിന്റെ ഒരു പാടുണ്ട്. ആ പാടത്തേക്ക് പൈപ്പ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വെള്ളം ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇറിഗേഷന് വേണ്ടി ടാങ്കിലേക്ക് ഇങ്ങനെ വെള്ളം അടി. അത് കണ്ട സമയത്ത് ഭയങ്കര ആഗ്രഹം, കേരളത്തിനുള്ള ടെൻഡൻസി കുളിക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലേക്ക് പൊങ്ങി വന്ന് ഞങ്ങൾ എല്ലാം ഈ കരിമ്പ് പാടത്തിലൂടെ എഴിഞ്ഞു കയറിയിട്ട് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരാളുണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ എന്താ വെച്ചാൽ പറഞ്ഞ് ഞങ്ങൾക്കൊന്ന് കുളിക്കാനായിരുന്നു ഒന്ന്. അപ്പൊ അയാൾ പറഞ്ഞ് പൈസ തരണം എന്ന് പറഞ്ഞു.
അപ്പൊ എത്രയാന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞ് ₹1 വേണം. ഞങ്ങൾ ആകെ ₹2 എങ്ങനെയാണല്ലേ, ₹1 അങ്ങേർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ചാടി അർമാദിച്ച് കുളിച്ച്. അത് ഭയങ്കര കുറേ സമയം കുളിച്ചു. അപ്പൊ കുളിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പൊ അയാളോട് തന്നെ അണ്ണ വിശക്കാൻ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അങ്ങേര് മധുരക്കിഴങ്ങ് ചുട്ടതുണ്ടായിരുന്നു, മധുരക്കിഴങ്ങ് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു റഫീക്ക് കടക്കാനും കൂടി സ്ഥലം ചോദിച്ചു. അതുകൂടി ചോദിച്ചപ്പോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ. അപ്പൊ അയാൾ പറഞ്ഞു പോകെ എനിക്ക് തലക്കൂത്തലിന് പോകാണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു തലക്കൂത്തലിന്. അപ്പോ അതൊരു റിച്വലാണോ? റിച്വലാ. പിന്നെ അയാൾ ചോദിച്ചാൽ എന്താ സംഭവം, അതൊന്നും എന്തോ അയാളുടെ തമിഴേ എനിക്ക് അന്ന് നമുക്ക് തമിഴ് പോലും അറിയില്ല. അപ്പൊ തലൈക്കൂത്തൽ 2 പ്രാവശ്യം പറഞ്ഞു. അതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, തലൈക്കൂത്തൽ എന്താ അങ്ങനെ. പിന്നീട് കുറച്ച് ബോധമൊക്കെ വന്ന ശേഷം, ഈ ഇന്റർനെറ്റ് ഒക്കെ വന്നതിന് ശേഷം, എന്തോ ഒരു സമയത്ത് എന്തോ തല എന്ന് പറഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിലേക്ക് ഈ തലക്കൂത്തൽ എന്ന വാക്ക് വന്നു. അത് ഞാൻ ചുമ്മാ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞ ആ സംഭവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് പിന്നെ 2023 ഞാൻ മയിലാടുതുറയിൽ പോയി. അഹോറ എന്നായിരുന്നു ആളുടെ പേര്. അതൊക്കെ എന്നെ അപ്പോഴേ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഹോറയെ തപ്പി ഞാൻ പോയി. അഹോറ അന്ന് അയാൾക്കൊരു 40 സംതിങ് 21 വർഷം മുമ്പുള്ള കഥ ഞാൻ പറയുന്നത്. 40 വയസ്സുണ്ടായിരുന്നു. ഇപ്പൊ അയാൾക്ക് 60 എത്ര വയസ്സായിട്ടുണ്ട്. അയാൾ മരിച്ചു പോയിട്ടോ. അപ്പൊ ഈ അടുത്ത് ഞാൻ കാണുന്ന സമയത്ത് 62 വയസ്സിൽ അങ്ങനെ മരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് പുറകിലായിരുന്നു കരിമ്പ് പാട. എനിക്കറിയാം പാടം അവിടെ ഉണ്ട്, പക്ഷെ ഇപ്പൊ അവിടെ കരിമ്പല്ല, വേറെ എന്തോ കൃഷിയായിരുന്നു. ആടുജീവിതത്തിലെ പൃഥ്വിരാജിനെ പോലെ കുളിച്ച സ്ഥലമല്ലേ? അതെ, ആ കുളിച്ച സ്ഥലം മറക്കാൻ പറ്റൂലല്ലോ. ആ ടാങ്ക് ഒക്കെ പോയിട്ടുണ്ട്, അവിടെ കുറെ വീടുകൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അഹോറയെ തപ്പി ഫൈനലി ഞാൻ അയാളുടെ വീട് കണ്ടുപിടിച്ചു. അപ്പോ അയാളോട് ചോദിച്ചു നിങ്ങൾ തലക്കൂത്തിൽ എടുക്കുന്ന ആളാ. അപ്പൊ അയാളുടെ ഓടിച്ച് പോകെ ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളെ പിന്നെയും സോപ്പിട്ട് ഫൈനലി അയാളെന്ന് അപ്പൊ അയാളെന്നെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് ആ ചെയ്തതോടെ എന്റെ കുലമേ മുടിഞ്ഞു പോയി എന്ന് പറഞ്ഞ ആള്. അങ്ങനെ ഈ തലക്കൂത്തൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു ചടങ്ങാണ്. ഏകദേശം അതായത് തമിഴ്നാട്ടിലെ ഉൾഗ്രാമം, എസ്പെഷ്യലി വിരുദുനഗർ, പിന്നെ ഉസലാംപട്ടി, ഈ ഒരു തേനി, ആ ഭാഗത്തൊക്കെയുള്ള ഗ്രാമങ്ങളിൽ പ്രായം ചെന്ന മനുഷ്യന്മാരുണ്ടാവില്ല. വീട്ടിൽ അച്ഛന്, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ഇവരെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബെഡ് റിഡൺ ആവും. ആ സമയത്ത് അവരെ കൊല്ലുന്ന ചടങ്ങാണ് തലൈക്കൂത്തൽ എന്ന് പറഞ്ഞാല്. അതായത് ലീഗലായിട്ട്, അതായത് നമ്മളിപ്പോ വീട്ടിലൊരു പ്രായം ചെന്ന ആൾ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്നറിയുന്ന സമയത്ത് ഇവർ ഗ്രാമമുഖ്യനെ കണ്ടിട്ട് പറയും നമുക്ക് തലൈക്കൂത്തൽ ചടങ്ങിന് സമയം കുറിക്കണം എന്ന് പറയും. അപ്പോൾ ഇവർ ഗ്രാമത്തിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഡേറ്റ്, കല്യാണത്തിനൊക്കെ നിശ്ചയിക്കുമ്പോൾ ഒരു ഡേറ്റ് നിശ്ചയിക്കും. ആ ഡേറ്റ് അവരെ എല്ലാവരും വന്നിട്ട് ഇയാളെ കാണുകയും പൊറുക്കാനും ഇതൊക്കെ ചെയ്തിട്ട് എല്ലാവരും പോകും. അപ്പോൾ ഈ ദിവസം പർട്ടിക്കുലർ ഡേ ആവുന്ന സമയത്ത് തലൈക്കൂത്തൽ എടുക്കുന്ന ആൾ വരും. അയാൾ പുലർച്ചെ ഒരു 4 മണിക്കാണ് ഈ ചടങ്ങ് തുടങ്ങുക. അപ്പോൾ ഈ ബെഡ് റിഡൻ ആയിട്ടുള്ള ആളെ എടുത്തിട്ട് പുറത്തൊരു കസേരയിൽ ഇങ്ങനെ ഇരുത്തും. എന്നിട്ട് അയാളുടെ തലയിൽ നന്നായിട്ട് എണ്ണ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും, നന്നായിട്ട് ഫുള്ള് എണ്ണയിൽ കുളിപ്പിക്കും. അതിനുശേഷം ഈ കിണറ്റിൽ നിന്ന് തണുത്ത വെള്ളം കോരിയിട്ട് ഇയാളുടെ ദേഹത്തേക്ക് ഇങ്ങനെ ധാര ഒഴിക്കും. കുറേ കുടങ്ങളിൽ എടുത്തിട്ട് ഇങ്ങനെ ധാര ഒഴിച്ചുകൊണ്ടേയിരിക്കും. അതെന്ന് വെച്ചാൽ ആ സമയം ആകുമ്പോഴേക്കും അയാളിങ്ങനെ തണുത്ത് വിറയ്ക്കുന്നുണ്ടാവും. അങ്ങനെ തണുത്ത് വിറച്ച് കിടക്കുന്ന ആ മനുഷ്യന് അതിനുശേഷം കരിക്ക് വെട്ടിയിട്ട് കുടിപ്പിക്കുക ആളെ. ഇങ്ങനെ ഫണൽ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എത്ര കരിക്ക് കയറ്റാൻ പറ്റും അത്രയും കരിക്ക് കയറ്റിക്കും വയറിലേക്ക്. വെച്ചാൽ അതിൽ പൊട്ടാസ്യം ഉണ്ടാവും കരിക്ക് വെള്ളത്തിൽ. അപ്പോൾ ഈ ഓൾറെഡി വീക്കായിട്ടുള്ള മനുഷ്യന് ഓവർ പൊട്ടാസ്യം ചെല്ലുമ്പോഴേക്കും അയാളുടെ കിഡ്നി ഫെയിലിയർ ആവും. ഓക്കെ, അങ്ങനെ ഇഞ്ചിഞ്ച് അങ്ങനെ അത്രയും ഇതാക്കിയതിന് ശേഷം ഇയാൾ ആ തല തോർത്താതെ അതേപോലെ കിടക്കയിൽ കൊണ്ട് കിടത്തും. ഒരു 2 ദിവസത്തിനുള്ളിൽ അയാൾക്ക് ന്യൂമോണിയ വന്നിട്ട് മരിക്കും. അതാണ് തലൈക്കൂത്തൽ. അത് തന്നെ പല വേർഷൻസ് ഉണ്ട്. ഇത് ഈ ചെളിവെള്ളം കലക്കി കുടിപ്പിക്കുന്ന പ്രോസസ്സ് ഉണ്ട്, മൂക്കിലേക്ക് എണ്ണ ഒഴിച്ച് കൊല്ലുന്നതുണ്ട്, മൂക്ക് പൊത്തി വെച്ചിട്ട് പാലൊഴിച്ച് കൊല്ലുന്ന ചടങ്ങുണ്ട്. അങ്ങനെ 26 തരത്തിൽ ഈ തലൈക്കൂത്തൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യേണ്ടി വന്നാൽ അതിലുണ്ടാവുക ന്യൂമോണിയ കാരണമാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരിക. അപ്പോൾ ഈ ഒരു ചടങ്ങ് അധികം ആൾക്കാരൊന്നും കേട്ടിട്ടുമില്ല. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കി, ഓക്കെ, ഇത് ആൾക്കാർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഇത് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഇത് ഭയങ്കര ഒരു പുതുമയുള്ള സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കൈൻഡ് ഓഫ് ദയാവധം അങ്ങനെയൊക്കെ എന്റെ ദയാവധം തന്നെ. പക്ഷെ ഇത് എന്ത് ദയില്ലാത്ത പദോ? അത് ആക്ച്വലി ഇത് ഈ ഒരു സംഭവം ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്
73-ലാണെന്ന് തോന്നുന്നു. അരുണ ഷാൻബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേഴ്സ് ഉണ്ടായിരുന്നു ബോംബെയിൽ. അവരെ സോഹൻലാൽ വാൽമീകി എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ അറ്റൻഡർ റേപ്പ് ചെയ്യുന്നുണ്ട്. ആ റേപ്പ് ചെയ്തിട്ട് ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ട് ഇവർ കോമയിലേക്ക് പോവാണ്. 42 വർഷമാണ് ആ സ്ത്രീ ബോംബെ കിങ് എഡ്വാർഡ് ഹോസ്പിറ്റലില് കോമയിൽ കടന്നിട്ടുള്ളത്. വായിച്ചിട്ടുണ്ടാവും. 42 വർഷം കോമയിൽ കടന്നു. അങ്ങനെ ഏകദേശം ഒരു 38 വർഷമായ സമയത്ത് പിങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് സുപ്രീം കോടതിയിൽ സമീപിച്ചു അരുണ ഷാൻബാഗിന് ദയാവധം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ത്യയിൽ ദയാവധം അനുവദിക്കുന്നില്ല, യൂത്തനേഷ്യ അനുവദിക്കുന്നില്ല. പക്ഷേ അവർക്ക് യൂത്തനേഷ്യ അനുവദിക്കുന്നില്ലെങ്കിലും പാർഷ്യൽ യൂത്തനേഷ്യക്കുള്ള ഓർഡിനൻസ് പിന്നീട് വന്നു. അതായത് നമ്മൾ ഇപ്പോൾ ബെഡ് റിഡനായി കിടക്കുന്ന വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഡോക്ടറിന് വെന്റിലേറ്റർ റിമൂവ് ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാർക്ക് ഓക്കെ ആണെങ്കിൽ വെന്റിലേറ്റർ ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് റിമൂവ് ചെയ്തുകൊണ്ട് മരണത്തിലേക്ക് കൊടുക്കുക. കാരണം അത്രയും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ. അപ്പൊ ആ ഒരു അരുണ ഷാൻബാഗിന്റെ സ്റ്റോറിയും ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. ഇത് ഇന്റർകണക്റ്റഡ് ആണ്. കാരണം ഇയാൾക്ക് ഇത് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ വേണം നമ്മുടെ ക്യാരക്ടറിന്. അപ്പൊ അയാളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയും ബെഡ് റിഡനായി കിടക്കുന്ന നരകിച്ച് തീരുന്ന ഒരാളെ നിങ്ങൾ സത്യം പറഞ്ഞാൽ സഹായിക്കുകയാണ്, നിങ്ങളുടെ കൈകളിലൂടെ അയാൾക്ക് മോക്ഷം കൊടുക്കുകയാണെന്നുള്ള രീതിയിലാണ് അയാളെ കൺവിൻസ് ചെയ്യിക്കുന്നത്. അവരുടെ കുടുംബക്കാരും ഒക്കെ ഇതൊരു റിച്വൽ ആയതുകൊണ്ട് തന്നെ അതിന് എല്ലാവരും വന്നിട്ട് നിൽക്കും ആ ഒരു ചടങ്ങ്. മക്കളാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുക. പറഞ്ഞല്ലോ എനിക്ക് തലൈക്കുത്തലിന് പോണം. അതായത് ഇതിന് 2 വേർഷൻസ് ഉണ്ട്. ഒന്ന്, സ്വത്തിന് വേണ്ടിയിട്ടൊക്കെ മക്കൾ എന്ത് ചെയ്യും, ഏകദേശം ഇതാവുമ്പോഴേക്കും തലൈക്കൂത്തൽ എടുത്തിട്ട് ഇവരെ കൊന്നു കളയും. അങ്ങനെയും നടക്കുന്നു. കുറെ കേസസ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഇങ്ങനെ നരകിപ്പിക്കണ്ടല്ലോ എന്ന് കണ്ടിട്ട് സഹതാപം തോന്നിയിട്ട് എങ്ങനെ. പിന്നെ അവർക്ക് വേറെ പൈസ ഒന്നും അവർക്ക് വരുമാനം ഉണ്ടാവില്ല ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക്. അപ്പൊ ഇവരെ കൂടി സംരക്ഷിക്കാനുള്ള വരുമാനം അവരുടെ ഇല്ല. അപ്പൊ ഇവരെ കൊണ്ട് വേറെ പ്രയോജനവും ഇല്ല ഇനി. അപ്പൊ അവരങ്ങ് സ്വർഗത്തിലേക്ക് അയക്കാം, വൃദ്ധസദനത്തിലേക്ക് തള്ളുന്നതിന്റെ മറ്റൊരു. അതെ അതെ. കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഇതായിരിക്കും അത്. മൃഗീയമായിട്ട് കൊല്ലുമല്ലേ? സത്യം പറഞ്ഞാൽ മൃഗീയമെന്ന് തന്നെയാണ്. ഈ ചെളിവെള്ളമൊക്കെ കുടിപ്പിക്കുമ്പോൾ ഗ്യാസ്ട്രോ എൻറ്റൈനൽ ഈ കുടല് പൊട്ടിയിട്ടാണ് മരിക്കുക. അത് കുറച്ചും കൂടി തീവ്രമായിട്ടുള്ളൊരു ഡെത്ത് ആയിരിക്കും അത്. അവരറിയുന്നില്ലല്ലോ. ചിലർ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ചില ആൾക്കാർ തലയിക്കൂത്തൽ പറഞ്ഞിട്ട് ഓടിപ്പോയവരുണ്ട് എന്ന് പറഞ്ഞു. ഈ വയസ്സായ ആൾക്കാർ ഇത് ചടങ്ങ് നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ കൾച്ചറൽ തിങ്സ് ആണ്. അപ്പൊ ഇത് കേട്ടപ്പോ എന്താ തോന്നിയത്? ഇത് കേട്ടപ്പോ എന്താ തോന്നി, നല്ലൊരു തീമായിട്ട് തോന്നിയല്ല, അതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഇത് എഴുതുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. കാരണം ഇതിങ്ങനെ ഓരോരുത്തർ ക്യാരക്ടറിനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അയാളെ നമ്മൾ ഒരാളെ ഉണ്ടാക്കും, അയാളെ കൊല്ലും, അടുത്താളെ കൊണ്ടുവരും, അയാളെ കൊല്ലും. ഇത് തന്നെയാണല്ലോ ഈ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഇതിന് അതാണ് മെയിൻ പ്ലോട്ട്. അതിന് വേറെ പാരലായിട്ട് പോകുന്നൊരു സാധനമാണ് രാജീവ് ഗാന്ധി കൊലക്കേസ്. ഈ 2 സാധനങ്ങൾ ഇതിൽ വരുന്നുണ്ട്. രാജീവ് ഗാന്ധി കൊലക്കേസാണ് ഒരു ഹാഫ് ഓഫ് ദ സ്റ്റോറി തലൈക്കൂത്തലായിട്ടാണ്. അതെങ്ങനെയാണ്? തമിഴ്നാട് ബേസ് ആയതുകൊണ്ടാണോ? രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്, ശ്രീപെരുമ്പത്തൂരിൽ വെച്ചിട്ട്. അപ്പോ ഈ കഥയിലെ ലിങ്ക് എന്ന് വെച്ചാല് നമ്മുടെ കഥാപാത്രത്തിന് ഈ അഹോറ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരിക്കലും ഇത് ചെയ്യാൻ താല്പര്യമില്ല. ഇത് അയാളുടെ കൊലത്തൊഴിലാണ്. ഈ തലൈക്കൂത്തൽ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിലെ മെമ്പർ അടുത്ത അയാളുടെ ഫാദർ ചെയ്യും, ഗ്രാൻഡ് ഫാദർ മകന്, അങ്ങനെ പോകുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലത്. അപ്പോ അഹോറയ്ക്ക് ഇത് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. അയാൾ കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ കുടുംബമായിട്ട് അങ്ങനെ സ്വസ്ഥമായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അയാളുടെ ഫാദർ മരിച്ചത് രാജീവ് ഗാന്ധി കാരണമാണെന്നാണ് അയാൾ പറയുന്നത്. അതായത് രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇയാള് നമ്മുടെ വൈത്തീശ്വരൻ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു കോവിലുണ്ട്, നാഡീ ജ്യോതിഷത്തില് ഇയാളുടെ വയസ്സ് 62-60 കുറിക്കപ്പെട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂന്ന്. അത് പെന്നലൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തില് പാമ്പ് കടിയേറ്റ് മരിക്കുന്നതാണ് അഹോറയുടെ അച്ഛന്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോ ഇത് ശരിക്കും ഉള്ള ക്യാരക്ടറാട്ടോ. അഹോറ ശരിക്കുള്ള ജീവനോടുള്ള ക്യാരക്ടറിന്റെ കഥ ഞാൻ പറയുന്നത്. അപ്പോ ഒരിക്കലും 60 വയസ്സിന് ശേഷം അഹോറയുടെ അമ്മ ഒരിക്കലും ഇയാളെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുവെടുക്കായിരുന്നു. ഇനി പുറത്ത് പോകുന്നത് മരണം എപ്പോഴും വേറെ. അങ്ങനെയാണ് 1991 രാജീവ് ഗാന്ധി നമ്മുടെ ഇലക്ഷന് വേണ്ടിയിട്ട് ശ്രീപെരുമ്പത്തൂർ മെയ് 21 വരുന്നുണ്ട് എന്ന് കേട്ടത്. അപ്പൊ ഇയാൾ എന്ത് പറയുന്ന വെച്ചാല് തഞ്ചാവൂരിൽ ഒരു തലൈക്കൂത്തലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് ഈ എണ്ണപ്പാത്രം
എണ്ണപ്പാത്രം അതിങ്ങനെ പൂജിച്ചു കൊടുക്കുന്ന ഒരു എണ്ണപ്പാത്രമാണ്. ആ എണ്ണപ്പാത്രം പൂജിച്ച് വാങ്ങിച്ചിട്ട് ഇയാള് തഞ്ചാവൂരിലേക്കാന്ന് പറഞ്ഞിട്ട് പോവാണ്. പക്ഷെ ആക്ച്വലി ഇയാൾ പോകുന്നത് ശ്രീപെരുമ്പത്തൂരിലേക്കായിരുന്നു. ഭാര്യയോട് പറയാതെ പോവാ. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഈ പെന്നലൂർ ഗ്രാമം ക്രോസ് ചെയ്തിട്ട് വേണം ഇയാൾക്ക് പോകാൻ. പക്ഷെ ബസ് ശ്രീപെരുമ്പത്തൂരിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഇയാൾ വിചാരിച്ചു ഒരിക്കലും പെന്നലൂരിൽ ഇറങ്ങുന്നില്ലല്ലോ, പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഇയാള് ശ്രീപെരുമ്പത്തൂരിൽ എത്തുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അത്ര അവിടെ. അപ്പോൾ ആ തിരക്കിൽ ഇയാളെ തട്ടി ആരോ താഴെ ഇടും. അപ്പൊ അയാളുടെ എണ്ണപ്പാത്രം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ തട്ടി താഴെ ഇടുന്ന സമയത്ത് ഇയാളെ ഒരു സ്വാമിജിയാണ് എഴുന്നേൽപ്പിക്കുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോയിട്ട് സ്റ്റേജിന്റെ പുറകിൽ ഒരു വലിയ മരം ഉണ്ടെന്ന് പറഞ്ഞു. ആ മരത്തിന്റെ മുകളിൽ കയറി നോക്കുന്ന സമയത്ത് ഇവർക്ക് ഡയറക്റ്റ് വ്യൂ കിട്ടിയെന്ന് പറഞ്ഞു, രാജീവ് ഗാന്ധിയെ കാണാനുള്ള. അങ്ങനെ ഇയാൾ രാജീവ് ഗാന്ധിയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബ്ലാസ്റ്റ് നടക്കുന്നത്. ആ മൈതാനത്തിൽ വെച്ച്. ആ ബ്ലാസ്റ്റിൽ എന്ത് ചെയ്തു, ഇറങ്ങി ഓടി. ഇവർ രണ്ടുപേരും ഇറങ്ങി ഓടി. ആ ഓടുന്ന സമയത്ത് ഇവർ പെന്നലൂർ വരെ ഓടി. അവിടെ അപ്പൊ ഈ പെന്നലൂരിന്റെ അവിടെ തിരക്കിൽ വെച്ചിട്ട് എവിടെയാണ് ഇയാളുടെ പാത്രം വീണ്. അങ്ങനെ ഇയാൾ ഈ പാത്രം തപ്പിക്കൊണ്ടാണ് ഓടുന്നത്. എണ്ണപ്പാത്രം. അങ്ങനെ എണ്ണപ്പാത്രം തപ്പുന്ന സമയത്ത് ഒരു പൊത്ത് കൈയിട്ട സമയത്ത് അവിടെ വെച്ച് പാമ്പിന്റെ കടിയേറ്റ് അയാൾ മരിച്ചു അവിടെ വെച്ചിട്ട്. അപ്പോൾ ഇയാളുടെ മനസ്സിലുള്ളത് അയാളുടെ അച്ഛൻ മരിക്കാൻ കാരണം രാജീവ് ഗാന്ധിയാണ്, രാജീവ് ഗാന്ധി മരിക്കാൻ കാരണം തമിഴ് പുലികളാണ്. അപ്പോൾ അങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇയാളുടെ ഫസ്റ്റ് തലക്കൂത്തൽ വരുന്നതെന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി കൊലക്കേസിൽ പെട്ട ഒരാളുടെ അച്ഛനെ തലക്കൂത്തൽ എടുക്കാൻ വേണ്ടി വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഇയാള് ആദ്യമായിട്ട് ആ ജോലി ചെയ്യുന്നത്. കാരണം തന്റെ അച്ഛനെ കൊന്ന ഒരാള് എന്നുള്ള രീതിയിലാണ് അയാളുടെ തലക്കൂത്തൽ ഇയാൾ എടുക്കുന്നത്. അങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു സ്റ്റോറി. ആദ്യത്തത് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പിന്നെ അയാൾ ഒന്നെടുത്തതോടുകൂടി എന്തായി, അയാൾ ആ ചടങ്ങില് എല്ലാരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾക്ക് നിർബന്ധമായിട്ട് പിന്നെ അയാളുടെ ഫാമിലി ഒക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോവാണ്. ഇയാൾ ഈ തലക്കൂത്തൽ എടുത്തോണ്ട് അയാളുടെ മക്കൾ മരിച്ചു പോകുന്നുണ്ട്. വെച്ചാല് അവർ വിശ്വസിക്കുന്നത് ഒരാളുടെ ജീവൻ എടുത്തോണ്ടായിരിക്കും നമ്മുടെ മക്കളുടെ ജീവന് ദൈവം എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശാപം പോലെ പോകുന്നുണ്ട് എന്ന് പറയും. കണ്ണിയായിട്ടുണ്ട്. രാജീവ് ഗാന്ധി കൊലപാതകവും പിന്നെ ആ ഒരു ദ ഡേ ബിഫോർ അസാസിനേഷൻ, ആ ഒരു കലൈവാണി രാജരത്നം എന്ന് പറഞ്ഞിട്ടുള്ള തനു, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഈ തമിഴ് പുലികളുടെ ഒരു വേർഷൻ അതൊക്കെ എഴുതിയിട്ടുണ്ട്. ആ രാത്രി അവരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, ആ സ്ത്രീയുടെ ദ ലാസ്റ്റ് സപ്പർ, അതൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. തനു അതായത് കൊല്ലാൻ പോവാണല്ലോ, പൊട്ടിത്തെറിക്കാൻ പോവാണ്. ആ പൊട്ടിത്തെറിക്കുന്ന ചാവേറാൻ പോകുന്ന അവരുടെ മനോഭാവത്തിന്റെ ഒരു വ്യൂ പോയിന്റിലൂടെയും ഈ കഥ പോകുന്നുണ്ട്. രണ്ട് ആസ്പെക്റ്റിലൂടെയും പോകുന്നുണ്ട്. ശരിക്കും ആ ഒരു എന്താ പറയാ, ആ ഒരു മാല അണിയിക്കാൻ പോകുന്ന സമയത്ത് അതൊരു ഗഡ്സ്. അതായത് അവര് അന്ന് രാത്രി 9 പേരുണ്ട്. അവർ തമിഴ്നാട്ടിലെ ചെന്നൈന്റെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 9 പേരും അന്ന് സിംഹള ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ശ്രീലങ്കൻ ഫേവറേറ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കുറുക്കി വറ്റിച്ച് ഞണ്ടുകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ കഴിക്കുന്നത്. അവർക്ക് ഭയങ്കര ആവേശത്തിലാണ്. അപ്പൊ അന്ന് രാത്രി ഈ തനുവും അത് ശുഭയും നളിനിയും ഇവർ 3 പേരും ഇങ്ങനെ മട്ടുപ്പാവിൽ ഇരുന്നിട്ട് ആകാശം നോക്കുന്ന സമയത്ത് പിന്നെ തനു പറയാണ്, നോക്കിക്കോ നാളെ ഞാൻ അവിടെ ഉണ്ടാവും, നക്ഷത്രമായിട്ട് തിളങ്ങി നിൽക്കുന്ന പറയാം. അപ്പൊ മറ്റുള്ളവർ പറയും, ഓ നീ എന്തൊരു ഭാഗ്യം, ഞങ്ങൾക്കൊക്കെ എപ്പോഴാണ് ഈ ചാൻസ് വരാൻ പോകുന്നത്. കാരണം അവരൊക്കെ ഈ മരിക്കാൻ വേണ്ടിയിട്ട്, അതായത് തമിഴ് ഈലത്തിന് വേണ്ടിയിട്ട്, വിടുതലയ്ക്ക് വേണ്ടിയിട്ട് അവർ അത്രയും റെഡിയാണ്. ലൈഫ് പോയാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ആ ഒരു തമിഴ് രാജ്യം എന്നുള്ള സംഭവം ഇതാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് 2 വേർഷൻ ഉണ്ടല്ലോ. ഈ തമിഴ് പുലികളുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കുന്ന സമയത്ത് അവർക്കൊരു ന്യായമുണ്ട്, ഇവിടുന്ന് നമ്മുടെ ഇന്ത്യക്കാരെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു ന്യായമുണ്ട്. പിന്നെ ഇതില് വേറൊരു മെയിൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ അനസൂയ ഡെയ്സി ഏണസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥ. അവര് ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ വെച്ചിട്ട്. ഇതിനൊക്കെ കുറെ ശേഷം, ഈ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടത്. അപ്പൊ അവരാണ് രാജീവ് ഗാന്ധിയുടെ അവസാനമായിട്ട് രാജീവ് ഗാന്ധി സംസാരിച്ചത് ഈ അനസൂയയോടാണ്. അവസാനം മൊഴി കൊടുത്ത പോലീസ് ഉൾപ്പെട്ട അത് തന്നെ. അപ്പൊ അവരോട്, അതായത് 3 വിരലുകൾ നഷ്ടപ്പെട്ട അത് തന്നെ അവര്. അപ്പൊ ഈ അനസൂയാണ് രാജീവ് ഗാന്ധിയുടെ സെക്യൂരിറ്റി വനിതാ പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോ അവര് പറയാണ്, ഒരു പക്ഷേ ഞാൻ ഒന്നും കൂടി ഫേം ആയി നിന്നിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി ഇന്നും ജീവിച്ചേനെ എന്നുള്ള റിഗ്രറ്റ് അവർക്കുണ്ട്. അതായത് ഈ തനു മാല ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലിസ്റ്റിലില്ലല്ലോ, മാറി നിൽക്കുന്നു പറഞ്ഞ സമയത്ത് അങ്ങോട്ട് തള്ളിയ സമയത്ത് പെട്ടെന്ന് ഈ അനസൂയയുടെ വയറ്റിൽ ആരോ ഇങ്ങനെ അമർത്തി പിടിക്കുന്നുണ്ട്. അത് നോക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധിയാണ്. അപ്പൊ രാജീവ് ഗാന്ധി അപ്പൊ ഇവർ ഇങ്ങനെ തള്ളും ഇവരെ, റിലാക്സ് റിലാക്സ് എന്ന് പറയുന്നുണ്ട് രാജീവ്. അതാണ് രാജീവ് ഗാന്ധിയുടെ ലാസ്റ്റ് വേർഡ്സ്.
അവരിങ്ങോട്ട് വിട്ടോളൂ എന്നുള്ള ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് രാജീവ് ഗാന്ധി ആണല്ലോ തന്നെ ഇങ്ങനെ തട്ടിയത് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു സ്മൈലാണ് ആ ഫോട്ടോഗ്രാഫ്, ദ ലാസ്റ്റ് ഫോട്ടോഗ്രാഫാണ് രാജീവ് ഗാന്ധിന്റെ. അതിലിങ്ങനെ അനസൂയ ഇങ്ങനെ ചിരിച്ച് രാജീവ് ഗാന്ധിനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്നെ ഇങ്ങനെ തട്ടിയിട്ട് റിലാക്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ചു. അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ കടത്തി വിട്ടു. അവർ ആ മാല ഇങ്ങനെ അണിയിക്കുന്നു. അത്രേ അവർ കാണുന്നു. കാല് തൊടുന്നു, ഇവിടെ പ്രസ് ചെയ്യുന്നു, ബ്ലാസ്റ്റ്. ആ ബ്ലാസ്റ്റിൽ ഇവരുടെ ദേഹം മുഴുവൻ കരിഞ്ഞു പോയിട്ടുണ്ട്. കത്തി അവരുടെ ബ്രസ്റ്റിലും കണ്ണിൻ്റെ ഉള്ളിലും ഇവിടെയൊക്കെ പെല്ലറ്റ്സ് ഉണ്ട്. ഇപ്പോഴും റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ അത്രയും സഫർ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് അവർക്ക് കൊടുത്തത് 5000 രൂപയാണ് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ നളിനി എന്ന് പറഞ്ഞിട്ടുള്ള അക്യൂസ്ഡ് ഉണ്ടല്ലോ, ഈ നളിനി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോ ഈ മുരുകനും നളിനിയും അതെ ഹരിത്ര, അതെ, അവർ UK ഡോക്ടറാണ് അവര്. അപ്പോ ഈ നളിനിയുടെ പ്രസവത്തിന് ഈ ആളെ തന്നെയാണ് ഡെപ്യൂട്ട് ചെയ്തത്. അനസൂയ കത്തിക്കരിഞ്ഞ ശരീരം കൊണ്ട് ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആയിട്ട് ഫസ്റ്റ് ഡ്യൂട്ടി വന്നത് 6ാം മാസത്തിൽ ഇവര് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് 8 മാസമായപ്പോഴേക്കും അവരുടെ ഇതായിട്ടുണ്ട്. അന്ന് ഇവരെ കൊണ്ട് അവിടെ കാവൽ നിർത്തിച്ചു. അവർ പറയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് സഹിക്കാൻ പറ്റാതെ, അതായത് രാജീവ് ഗാന്ധിയെ കൊന്ന ഒരാളുടെ പ്രസവത്തിന് കൂട്ടിരിക്കാൻ അതേ ബ്ലാസ്റ്റിൽ തന്നെ ഇതൊക്കെ നഷ്ടപ്പെട്ട എന്നെ തന്നെ അവർ നിയോഗിച്ചു എന്ന്. അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ് പറയുന്നത്. അപ്പോൾ അവരുടെ റിയാക്ഷനിൽ അവർ പറയാ, നമ്മളെ ഇന്ത്യയിൽ ഒരാൾ പോയിട്ട് ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയെ കൊന്നാല് വെറുതെ വിടുവോ? നമ്മൾ ആ നിമിഷം തന്നെ സ്പോട്ടിൽ കൊല്ലൂലേ? നമ്മൾ ഇവിടുത്തെ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയെ കൊന്നിട്ടും നമ്മൾ അവരെല്ലാരും വെറുതെ വിട്ടു. സാധാരണക്കാർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ചോദ്യമല്ലേ? പ്രധാനമന്ത്രിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ ആൾക്കാരുടെ അവസ്ഥ എന്താ? 30 വർഷത്തിന് ശേഷം എല്ലാരും റിലീസ് ചെയ്തു. ഇപ്പോ നളിനി UK പോവാണ്, മുരുകൻ UK പോവാണ്. അത് മാത്രല്ല സോണിയാഗാന്ധി ക്ഷമ കൊടുത്തു. അപ്പോ ഈ സോണിയാഗാന്ധിയുടെ ഹസ്ബൻഡിനപ്പുറം ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രധാനമന്ത്രി ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ ആ രീതിയിൽ. അതെ, അപ്പൊ അല്ലാതെ ഒരു അമ്മ ആ ഒരു രീതിയിലാണോ, അല്ല രാഷ്ട്രീയപരമായിട്ടുള്ള മാപ്പ് കൊടുക്കലാണോ? അത് എന്തായാലും അവര് പറയുന്നത് രാജീവ് ഗാന്ധി ഓക്കെ സോണിയാജിയുടെ ഭർത്താവാണ്, പക്ഷെ വേറൊരു ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഭർത്താവ് മാത്രമല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ജനങ്ങളുടെ വികാരത്തിനാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ ഞാൻ മറ്റൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, കൈൻഡ് ഓഫ് കഥാർസിസ് എന്നുള്ള രീതിയിൽ അവരുടെ ആയിക്കൂടെ ആ ഉള്ളിൽ എങ്ങനെ അതിനെ ഒന്ന് പുറന്തള്ളാനുള്ള ശ്രമം എന്നുള്ള രീതിയിൽ. പിന്നെ പല വേർഷൻസ് ഉണ്ടല്ലോ, ഒന്ന് അമ്മ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോ. അതെ, നളിനിയുടെ കേസില് അതെ ആയിരിക്കാം. ഇപ്പൊ പ്രിയങ്ക ആണെങ്കിലും പോയി കണ്ടിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്കൊന്നും ഒരു തരത്തിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു രാജ്യത്ത് ചെന്നിട്ട് ചെയ്തതാണ്. അപ്പോ നമ്മളൊക്കെ വേറൊരു കൺട്രിയിൽ പോയിട്ട് അങ്ങനെ കാണിച്ചാൽ ആ കൺട്രി ഒരിക്കലും ഇതുപോലെ ആയിരിക്കില്ല ചെയ്യാന്നുള്ളത്. ഇനി ഒരുപക്ഷെ നമ്മുടെ നീതിമണ്ഡലത്തിന്റെ വിശാല മനസ്കത വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം, ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ രാജീവ് ഗാന്ധിയുടെ ആ ഒരു അസാസിനേഷൻ ആ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോ നമ്മൾ പറയുന്നില്ലേ, ഇപ്പോ ജുഡീഷ്യറി സിസ്റ്റത്തിനെ മൊത്തത്തിൽ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്നതിൽ ന്യായം ഉണ്ട് എന്ന് തന്നെയല്ലേ തോന്നുന്നത്? സാധാരണക്കാരന് നീതി നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്? സത്യമായിട്ടും അത് ഭയങ്കര ഇത് തന്നെ. കാരണം അതിലുള്ള എല്ലാവർക്കും തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും 30 വർഷം വിചാരണയും കഴിഞ്ഞു, ഇത് കുറ്റവാളികളാണെന്ന് തെളിയുകയും ചെയ്തിട്ട് പോലും അവർക്ക് മാത്രമല്ല, ഈ നളിനിന്റെ മകളെ ആരാണ് UK വിട്ടു പഠിപ്പിക്കുന്നത്? ഓരോ രാം ജത്മലാനി അവരാന്ന് തോന്നുന്നു അഡ്വക്കേറ്റ്. ഇവർക്ക് ഓരോ സിറ്റിങ്ങിലും ലക്ഷക്കണക്കിനാണ്. 30 വർഷം കേസ് വാദിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയാണ്? ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നത്? അവരൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരാന്നല്ലേ പറയുന്നത്. ആരാണ് ഇവർക്ക് വേണ്ടി കേസ് വാദിക്കുന്നത്? ആരാണ് UK കുട്ടി അയക്കുന്നത്? ആരാണ് അവരുടെ സ്പോൺസർ ചെയ്യുന്നത്? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടാവുന്ന ഉത്തരങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ സ്റ്റിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വിധി. അതെ, എന്താ പറയാ. അത് മാത്രല്ല നമ്മുടെ ഈ ഒരു ഭരണവ്യവസ്ഥയിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ ജുഡീഷ്യറി സിസ്റ്റത്തോടുള്ള ഒരു മനോഭാവം അതിൽ തന്നെ മാറ്റം വരില്ലേ? ഒട്ടും നമുക്ക് ഒന്നും തോന്നില്ല. തീർച്ചയായിട്ടും ബഹുമാനം പോലും ആ പോലീസ് ഉദ്യോഗസ്ഥ അത് തന്നെയാ പറയുന്നത്. കാരണം രാജീവ് ഗാന്ധി അവിടെ നിൽക്കട്ടെ, ഓക്കെ, അതൊരു റൈവൽട്രി, പൊളിറ്റിക്കൽ റൈവൽട്രി എന്ന് വിചാരിക്കുക. 15
സാധുക്കളായിട്ടുള്ള മനുഷ്യന്മാര് ആ ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ. ചെറിയ കുഞ്ഞുങ്ങളടക്കം അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവനൊന്നും ഒരു വിലയില്ലേ. ഓക്കെ, അവരാരും ഈ വിടുതലി പുലികൾക്കെതിരല്ല, അവരാരും ഇവരുടെ സമരം ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ തമിഴ് ഈളം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവര് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും മനുഷ്യന്മാരെ കൊല്ലാൻ പാടുണ്ടോ? അവരുടെ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിലായിരിക്കണല്ലോ പോകേണ്ടത്. സാധുക്കളെ കൊന്നിട്ടല്ലല്ലോ റെവല്യൂഷൻ ചെയ്യേണ്ടത്. അപ്പോ ഈ LTT അവരെ സപ്പോർട്ട് ചെയ്ത് വാദിച്ച് ആ അഭിഭാഷകൻ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആസൂത്രിത കൊലപാതകമാണ് എന്നുള്ളതിന് തെളിവില്ല എന്നാണ്. അവരുടെ പക്ഷത്ത് രാജീവ് ഗാന്ധി ആസ് എ മുൻ പ്രധാനമന്ത്രി എന്നതിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 15 പേരുടെ കൊലപാതകം ഒരു ആസൂത്രിതമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു വ്യക്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നടത്തിയ ആ ഒരു കൊലപാതകത്തിന് മറ്റുള്ളവരെങ്ങനെ ആസൂത്രിതമാവുക? അതെ, കാരണം അത് ഒരു ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടല്ലല്ലോ പോയി ചെന്ന് സഹായം ചെയ്യാം. പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോ എത്ര വർഷമായി, 91 കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങൾ, ആൾക്കാരൊക്കെ ഇത് മറന്നു കഴിഞ്ഞിട്ടുണ്ട് ആക്ച്വലി. അതെ, എന്നാലും നമുക്ക് എപ്പോഴും രാജീവ് ഗാന്ധി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒക്കെ മനസ്സിലുള്ളത് ആ ഒരു ഇമേജ് ആണല്ലോ. അപ്പൊ ഇതും അതും തമ്മിൽ ഇങ്ങനെയാണ് ഇന്റർ കണക്ട് ചെയ്തിട്ട് അതിങ്ങനെ പാരലായിട്ട് പോകുന്നുണ്ട് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. കാരണം ഇയാളുടെ സ്വപ്നത്തിൽ എപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ് രാജീവ് ഗാന്ധി എന്നുള്ളത്. കാരണം ഒന്ന് താൻ ഈ കുലത്തൊഴിലേക്ക് എത്തിപ്പെടാൻ കാരണവും രാജീവ് ഗാന്ധിയാണ്. ഇയാളൊരു അടിയുറച്ച കോൺഗ്രസ് വിശ്വാസിയാണ്, അതുമുണ്ട്. അപ്പൊ ഇഷ്ടമുണ്ട് ദേഷ്യമുണ്ട്, ഈ രണ്ട് വികാരങ്ങളും ഇയാളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. രാജീവ് ഗാന്ധി തന്നെ അത്രയ്ക്ക് ഇഷ്ടമായ ആൾക്ക്. പക്ഷെ ഈ രാജീവ് ഗാന്ധി മരിച്ചത് കൊണ്ടാണല്ലോ തന്റെ അച്ഛൻ മരിച്ചത്, ആ അച്ഛൻ മരിച്ചത് കൊണ്ടാണല്ലോ തനിക്ക് ഇത് ചെയ്യേണ്ടി വന്നത് എന്നുള്ള ഒരു ചങ്ങല പോലെ ഒരു ലൂപ്പിലൂടെയാണ് ഇയാൾ കടന്നു പോകുന്നത്. കാരണം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ വെറുക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനോളം വലിയ വെറുപ്പുണ്ടാവില്ല. അതാണ് അത് വെറുക്കാൻ കാരണക്കാരായവരോടുള്ള പ്രതികാരമാണ് ആദ്യത്തെ തലൈക്കൂത്തൽ അങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്. പിന്നെ ഇറങ്ങി തിരിച്ചു. പിന്നെ അയാൾക്കൊരു കംബാക്ക് ഉണ്ടായില്ല. പിന്നെ ഓരോ റീസൺ കൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യേണ്ടി വരികയാണ്. പിന്നെ സമൂഹം അങ്ങനെ അയാളെ അയാളുടെ ബാല്യം ഇങ്ങനെ തന്നെയാണ്. അയാൾക്ക് എല്ലാരെയും ഒറ്റപ്പെട്ട് അത് കാലന്റെ മകൻ എന്ന് വിളിച്ചിട്ടേ അങ്ങനത്തെ ഒരു ബാല്യം. അപ്പൊ ആരാച്ചാർ തന്നെ. അപ്പോ അതിൽ പറയുന്നുണ്ട് രണ്ട് പേർക്ക് മാത്രമാണ് ഭഗവാൻ നേരിട്ട് അനുഗ്രഹം കൊടുത്തിട്ടുള്ളത്. ഒന്ന് ആരാച്ചാർക്കും ഒന്ന് തലൈക്കൂത്തൽ എടുക്കുന്നവർക്കും ജീവൻ എടുക്കാനുള്ള അധികാരമുള്ള 2 മനുഷ്യന്മാര്. അപ്പോ പക്ഷെ അയാളുടെ ബാല്യത്തിൽ ആരും അയാളോട് മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ തന്റെ മക്കളോടും ഇനി അങ്ങനെ ആയിരിക്കുമല്ലോ സൊസൈറ്റി. അതുകൊണ്ടാണ് അയാൾ ഒരിക്കലും ആ ചടങ്ങിൽ എടുക്കൂല എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ നിർബന്ധിതനാവുകയാണ്. അയാൾക്കത് എടുത്തേ തീരുള്ളൂ. കാരണം അയാളെ കൺവിൻസ് ചെയ്യാണ്, നിനക്ക് രാജീവ് ഗാന്ധിയോട് ഇവരോട് പ്രതികാരം ചെയ്യണമെങ്കിൽ ഇതാണ് തക്ക സമയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അപ്പൊ ഇതില് ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഇങ്ങനെ ആൾക്കാരോട് സംവദിക്കുമ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടറിഞ്ഞത് മാത്രമായിരിക്കുമല്ലോ അല്ലെ? അങ്ങനെയല്ല, നമ്മളിപ്പോ തമിഴ്നാട്ടിൽ നമ്മളിപ്പോ കേരളത്തിൽ നിന്നുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ കേട്ടറിയുന്നു, ചിലപ്പോ നമ്മൾ വായിച്ചറിയുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ പോയി അവരുടെ ആ ഒരു വികാരം, അവർക്ക് എത്രത്തോളം ആ ഒരു രാജീവ് ഗാന്ധിയുടെ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്താണ് അവരുടെ ആ ഒരു വികാരം എന്ന് നേരിട്ടറിഞ്ഞപ്പോ എന്താ തോന്നിയത്? ആക്ച്വലി ഞങ്ങൾ റഫീഖും ഞാനും പോയപ്പോഴേ ഈ ശ്രീപെരുമ്പത്തൂരിന്റെ തൊട്ടടുത്ത് ഈ പെന്നല്ലൂരില്ലേ അവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു 2-3 കിലോമീറ്റർ പോയാൽ ശ്രീപെരുമ്പത്തൂർ എത്തും. അവിടെ ഈ രാജീവ് ഗാന്ധിന്റെ പ്രതിമ ഉണ്ട്, ഇന്ദിരാഗാന്ധിന്റെ പ്രതിമ ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ 2004 പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 10-12 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോഴൊക്കെ അവരത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീപെരുമ്പത്തൂർ എപ്പോ പോയാലും അവിടെ ഒരു മൈതാനം പോലൊരു സ്ഥലമുണ്ട്. അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് ഇതാ പറയാണ്ടാവുക, രാജീവ് ഗാന്ധി. അപ്പോഴേ അത് കേട്ടിട്ട് ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവൻ ഇപ്പോഴെടുത്ത് നോക്കുകയാണെങ്കിലും ഇഷ്ടംപോലെ ഡോക്യുമെന്ററീസും കാര്യങ്ങളൊക്കെ ഇപ്പം സോണിയിലാണ് തോന്നുന്നു ദ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വന്നിട്ടുണ്ട് അസാസിനേഷനെ കുറിച്ചിട്ടുള്ള. അപ്പൊ അതിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എപ്പോഴും നമുക്കൊരു ഗൂസ് ബംസ് പോലത്തെ ഒരു സാധനം. കാരണം ഒരു മനുഷ്യനെ രാജീവ് ഗാന്ധിയെ കൊല്ലുക എന്നതിനപ്പുറം ഒരാളെങ്ങനെയാണ് സ്വയം മരിക്കാൻ പോവല്ലേ, അതായത് അയാളുടെ മാനസികാവസ്ഥ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു, നാളെ ഞാൻ അതായത് ഈ പെൺകുട്ടിക്ക് ഡൾ വസ്ത്രങ്ങളോടായിരുന്നു താല്പര്യം. ഈ കലൈവാണിക്ക് ഓഫ് വൈറ്റ് ഡ്രസ് ആയിരുന്നു അവർക്ക് ഇഷ്ടം. അതായത് അവര് പണ്ട് ഈ നമ്മുടെ ജാഫ്നന്റെ ആ ഒരു ഭാഗത്തായിരുന്നു അവര് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് അവര് പറയാണ്, എനിക്ക് കടുത്ത നിറത്തിലുള്ള വസ്ത്രം വേണമെന്ന് അച്ഛനോട് പറഞ്ഞ സമയത്ത് അച്ഛൻ
കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാളൊരു പോരാളിയായിരുന്നു LTTന് വേണ്ടിയിട്ടുള്ള. അപ്പൊ അങ്ങേര് നോക്കി നമ്മുടെ ഈളത്തിലെ മക്കൾക്ക് ആർക്കും വസ്ത്രങ്ങളില്ല. ഓക്കെ, അപ്പൊ നീ നല്ല റെഡോ അങ്ങനത്തെ കളറിലെ ഡ്രസ്സ് ഇട്ട് പൂമ്പാറ്റ പോലെ പാറുമ്പോ ഈ കുട്ടികൾക്കൊക്കെ വിഷമാവില്ലേ? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ കടും വസ്ത്രത്തിലുള്ള ഇടരുത്. അതിനുശേഷം ആ പെൺകുട്ടി പിന്നീട് അങ്ങനത്തെ കടും വസ്ത്രങ്ങൾ ഇട്ടിട്ടേ ഇല്ല. പിന്നീട് അവർ മരിക്കാൻ ഡിസൈഡ് ചെയ്ത ദിവസം ഒരു ഗ്രീൻ ചുരിദാർ, നല്ല ഇതുപോലത്തെ ഗ്രീൻ ആയിട്ടുള്ള ഒരു ചുരിദാറും ഓറഞ്ച് ഷോളും വാങ്ങിച്ചു. കാരണം ലിബറേഷൻ ആണ്, ഇനി ഒന്നും നോക്കാനില്ലല്ലോ. അപ്പൊ ഏറ്റവും കടുത്ത വർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു. അത് ലൂസ് ആയിട്ടുള്ള, നളിനിയും ശുഭയും ഇവരും കൂടിയാണ് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഭയങ്കര ലൂസുള്ള ഡ്രസ്സാണ് വാങ്ങിക്കുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ ആ ജാക്കറ്റ് ബോംബ് വെക്കാനുള്ള സ്പേസും കൂടി വേണമല്ലോ. അങ്ങനെ അത് അവര് ഡ്രസ് റിഹേഴ്സലൊക്കെ നടത്തുന്നുണ്ട് റൂമിലെത്തിയിട്ട്. അത് എല്ലാവരും കൂടി അവരെങ്ങനെ അണിയിച്ചെടുക്കും, മീൻസ് കല്യാണത്തിനൊക്കെ നമ്മൾ ഒരുക്കുന്നത് പോലെ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇടിയിച്ചിട്ട് ഒരു കണ്ണട വെച്ച് കൊടുക്കുന്നുണ്ട്, കനകാമര പൂവ് ചൂടിച്ചു കൊടുക്കുന്നുണ്ട്, സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ചന്ദനമാല വാങ്ങി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ബസ്സിൽ ശ്രീപെരുമ്പത്തൂർ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡേ ഞാൻ എഴുതി. അത് എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് ആയിരുന്നു. കാരണം ഈ ഒരു അസാസിനേഷൻ നടക്കാൻ പോവല്ലേ, ഇവരിങ്ങനെ ബസ്സിൽ പോവാണ്. അപ്പോൾ ശുഭയും നളിനിയും ക്രൗഡിൽ ഇരിക്കുകയാണ്. പിന്നെ ഒറ്റക്കണ്ണൻ ശിവരാസനും ഹരിബാബുവും ഇവിടെ ക്യാമറ ചെയ്യുന്ന അവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ടോട്ടലി ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാലോ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാലോ. അപ്പൊ അത് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ആലോചിച്ചു ഒരൊറ്റ നിമിഷം കൊണ്ട്. കാരണം രാജീവ് ഗാന്ധി ഓൾറെഡി ആ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ വിചാരിച്ച, അങ്ങനെ ഹെലികോപ്റ്ററിന് എന്തോ ഒരു കംപ്ലൈന്റ് സ്വയം പിന്നെ ഓടിച്ചിങ്ങോട്ട്, അതായത് മരണത്തിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നു എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു അവിടുത്തെ അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പൊ അത് എഴുതുന്ന സമയത്ത് അതേ ഫീലിംഗ് തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആ ഹെലികോപ്റ്ററിന്റെ ആ ഒരു കണക്ഷൻ എറർ വന്ന് തിരിച്ചു പോവാണ്. അവിടെ നിന്നാണ് പോലീസ് തടഞ്ഞു നിർത്തുന്നത്. കാരണം ഇതിന്റെ മുമ്പ് തന്നെ 1987 തോന്നുന്നു ശ്രീലങ്ക കൊളംബോയിൽ വെച്ചിട്ട് രാജീവ് ഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അസാസിനേഷൻ, ഡിസിൽവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അവിടെ വെച്ചിട്ട് ഈ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ തോക്കെടുത്ത് രാജീവ് ഗാന്ധിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ് ആ വിഷ്വല്. അപ്പോഴേ രാജീവ് ഗാന്ധിക്കെതിരെ ഒരു LTTE പ്രോ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇതുണ്ട് എന്നുള്ളത്. പിന്നെ മാത്രമല്ല, ഇത് മരിക്കുന്ന ദിവസം കൊളംബോ ഇന്ത്യൻ ഹൈ കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്, രാജീവ് ഗാന്ധി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, ഈസ് അലൈവ് എന്ന് ചോദിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതും ഹൈക്കമ്മീഷൻ പക്ഷെ അത് നെഗ്ലക്ട് ചെയ്തു. അത് ഇവിടെ അറിയിച്ചില്ല, നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയിൽ അറിയിച്ചിട്ടില്ല. ഒരു പക്ഷെ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സുരക്ഷ കുറച്ചും കൂടിയും കർശനമാക്കിയേനെ. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടത് കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. യെസ്, ഓരോ നിമിത്തങ്ങൾ. അതെ. പിന്നെ ഈ പുസ്തകത്തിൽ ആസ് യൂഷ്വൽ കുറെ കൾച്ചറൽ എലമെന്റ്സും തമിഴ്നാടിന്റെ നോർത്ത് ഇന്ത്യൻ കാര്യങ്ങളായിരുന്നല്ലോ ഇത്രയും പറഞ്ഞത്. ഇതില് തമിഴ്നാട്ടിന്റെ പല പ്രദേശങ്ങളിൽ നടക്കുന്ന ആചാരങ്ങള്, അമ്പലങ്ങള്, ദർഗകള്, പള്ളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനെയും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ പല ബ്രാഞ്ചസിലൂടെ അതിങ്ങനെ പോകുന്നുണ്ട്. പലരുടെയും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നില്ല, വ്രണമൊന്നും പെടുത്തിട്ടില്ല. അതങ്ങനെ അത് ഉറപ്പ്. തഞ്ചാവൂര്, നാഗൂര് അങ്ങനെ പറഞ്ഞിട്ട് മുസ്ലിം ആയിരുന്നുകൊണ്ട് അല്ല ഇപ്രാവശ്യം നാഗൂർ ദർഗയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പ്രശ്നമില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ വൈത്തീശ്വരൻ കോവില്, അങ്ങനെ കുറെ നാഡീ ജ്യോതിഷം അവിടെ പോയി നാഡീ ജ്യോതിഷം നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ പോയിട്ടുണ്ട്. കാരണം അത് വേറൊരു രസം. നമ്മള് അതും ഭയങ്കര രസമാണ് കേൾക്കുമ്പോഴേ. അതായത് ഈ ലോകത്ത് ജീവിച്ച മനുഷ്യന്മാരുടെയും ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യന്മാരുടെ എല്ലാവരുടെയും നാഡീ ജ്യോതിഷം അല്ലെങ്കിൽ നമ്മുടെ ഓല അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചത് അത് കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ല, ആഫ്രിക്കയിലും നിക്കരാഗോയിലും ഉഗാണ്ടയിലും ഉള്ള മനുഷ്യന്മാരുടെ വരെ ഏതൊരു മനുഷ്യൻ വന്നാലും ആ ഓല വെക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 55,000 കോടി ഏക്കറെങ്കിലും വേണ്ടേ അത്രയും ഓല സൂക്ഷിക്കണമെങ്കിൽ. അതെങ്ങനെയാണ് എനിക്ക് പോസിബിൾ ആകുക എന്നാണ് ഞാൻ ചിന്തിച്ചത് ആദ്യം തന്നെ. കാരണം എല്ലാ മനുഷ്യരും ഇതുവരെ കഴിഞ്ഞു പോയ മനുഷ്യർ എത്ര ബില്യൺ മനുഷ്യന്മാരുണ്ട്, എത്ര ട്രില്യൺ മനുഷ്യന്മാർ ഇനി ജീവിക്കുന്നുണ്ട്, ഇനി എത്ര വരാനിരിക്കുന്നുണ്ട്. ഇവരുടെ ഒക്കെ ഓല അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അത് വിശ്വസനീയമായിട്ട് തോന്നിയോ? ഇല്ല. പക്ഷെ അത് എന്തായാലും രസം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു കൺകെട്ടാണെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ പോയ ആൾക്കാർ പറയും ജ്യോതിഷം ചെയ്യുന്നവർ ശ്രദ്ധിച്ചോ, അതായത്
നമ്മൾ ഈ കൈനോട്ടക്കാരില്ലേ, അവര് പറയുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ, ആ മകന് എന്തോ ഒരു പ്രശ്നം വരാനുണ്ട് എന്നുള്ളത്, എന്തോ ഒരു സങ്കടം ഉള്ളിലില്ലേ എന്ന് ചോദിക്കും. അതെല്ലാവർക്കും ഉണ്ടാവും ഒരു സങ്കടം ഉള്ളില്, എന്തോ ഒരു നല്ല കാലം വരാനുണ്ട് എന്ന് പറയും. ഇതൊക്കെ കുറെ സാധനങ്ങൾ ഇങ്ങനെ എറിയുന്നതുണ്ട്. പിന്നെ ചിലപ്പോ അത്രയും നോളജ് ഉള്ള ആൾക്കാർ ഉണ്ടാവാട്ടോ, നമുക്ക് അങ്ങനെ തള്ളി പറയാനും പറ്റില്ല. വളരെ ഇത് പഠിച്ച് ചെയ്യുന്ന, കാരണം ആ വൈത്തീശ്വരൻ കോവിലെ ചുറ്റുഭാഗം മുഴുവനും നാഡീ ജ്യോതിഷം ബോർഡ് വെച്ച ആൾക്കാരാ. അവരൊക്കെ ഒന്നും ഇത് അറിയ പോലും ഉണ്ടാവില്ല. അതിന് തൊട്ടടുത്ത് കുംഭകോണത്തൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഈ പുതിയ ഓല ഉണ്ടാക്കി കൊടുക്കും, പഴയ ഓല ആക്കി കൊടുക്കും. നമ്മൾ ജഗതി എന്തായിരുന്നു ഇവിടെ സ്വർഗമാണ് എന്നുള്ളതിൽ ആധാരം പഴക്കാക്കി കൊടുക്കുന്നില്ലേ, വാഴക്കര കുറ്റിച്ച്. അതുപോലെ ഇവർ ഈ ഓല ഉണ്ടാക്കിയിട്ട് പഴക്കം ആക്കിയിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കുന്ന ഒരു ജോലിക്കാരുണ്ട്. അതായത് ചിന്തിച്ചു നോക്ക്, ഇത്രയും ഓല എവിടെ നിന്ന് ഉണ്ടാക്കാനാ? പണ്ട് പാർവതി ദേവിയോട് പരമശിവന് ജനിക്കാനിരിക്കുന്ന മനുഷ്യന്മാരുടെ ജ്യോതിഷം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അഗസ്ത്യമുനി അത് കേൾക്കുകയും അദ്ദേഹം അത് ഓലയിൽ എഴുതി സൂക്ഷിച്ചു വെച്ച്, അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് കിടക്കുന്നത്. അപ്പോ കുറെ ഓല നഷ്ടപ്പെട്ടു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് അവർ പറയാ, നിങ്ങളുടെ ഓല ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണം. പക്ഷെ ഒരാൾ ഇതിനെ തിരിച്ചു പോയിട്ടില്ല. എങ്ങനെയെങ്കിലും ഓല അവരുണ്ടാക്കിയെടുക്കും. അതായത് മേ ബി അവിടെ ഒരു ഇത്ര അട്ടിക്കുള്ള ഓല ഉണ്ടാവും വിചാരിക്കാം. അതിലാണ് ഈ പറഞ്ഞ എല്ലാ മനുഷ്യന്മാരുടെയും ആദ്യം നമ്മളെ അശ്വമേധം പോലെയാണ്. നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അത് പറയും. അത് വെച്ചിട്ട് അരവിന്ദൻ, നോ. അഗസ്ത്യൻ, അല്ല. അങ്ങനെ ചോദിച്ച് ആദ്യത്തെ അക്ഷരം കണ്ടെത്തും. പിന്നെ രണ്ടാമത്തെ അക്ഷരം ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഓക്കെ നിങ്ങളുടെ പേര് ഇതാണ്, അങ്ങനെയല്ല. നമ്മൾ കുറെ എന്നിട്ട് അച്ഛന്റെ പേരും അമ്മയുടെ പേരും ഒക്കെ ഇതുപോലെ റിവേഴ്സ് ക്വിസ് നടത്തിയാണ് അവർ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നെക്സ്റ്റ് ഞാൻ പോകുന്നുണ്ട്, അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കാരണം പിന്നെ ഈ ഓല ഇല്ല എന്ന് പറയില്ല. അപ്പോ ഓക്കെ നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങളുടെ ഓല ഇവിടെ ഉണ്ട് എന്ന് അറിയും. ആരും ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. എങ്ങനെയാലും അവർ ആ ഓല അവിടെ കണ്ടെത്തുന്നുള്ളതാണ് ഒരു ഫാക്ട്. ചന്ദ്രേട്ടൻ എവിടെയാന്നുള്ള ദിലീപിന്റെ മൂവി അതിലങ്ങനെയല്ലേ? അതിൽ പോകുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അതിൽ പോകുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവൻ ഭാര്യനെയും കുടുംബം മുഴുവൻ കൂട്ടിയിട്ടാണ് അവിടേക്ക് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ഇന്ന വ്യക്തിയുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഇനി അപ്പൊ ഈ ഒരു ജന്മത്തിലും അത് തുടരും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആ മൂവി. ചില ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ, അച്ചട്ടാണ് കഴിഞ്ഞ ജന്മത്തിലെ കാര്യം പറഞ്ഞു, ഈ ജന്മത്തിൽ നടന്നത് പറഞ്ഞിട്ടുണ്ട്, എല്ലാം കറക്റ്റാന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ നമുക്ക് വിശ്വാസം പോലെ ആയിരിക്കല്ലോ ഓരോരുത്തരുടെ ഇത്. അപ്പൊ ഞാൻ ചോദിച്ച മനുഷ്യന്മാരൊക്കെ പറഞ്ഞത് നമ്മളോട് ഇങ്ങനെ കുറേ ചോദ്യം, പിന്നെ നമ്മള് ഇന്ത്യൻ ഭാരതീയൻ ആണാണോ ഇങ്ങനെയൊക്കെ ചോദിക്കല്ലേ പ്രദീപ്, അതുപോലെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അശ്വമേധം കാണാറുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോ അങ്ങനത്തെ അതും ഈ കഥയിലെ വലിയൊരു ഇമ്പോർട്ടന്റ് പ്ലേസ് ആണ്. ഈ നാഡീ ജ്യോതിഷം നടക്കുന്ന സ്ഥലത്തുള്ള ഒരു സ്വാമിയാണ് ഇതിലെ ഒരു ക്യാരക്ടർ. വൈത്തീശ്വരൻ കോവിലും അവിടുത്തെ ആളും ഇതിലൊരു പാർട്ടാണ് ഈ ഒരു ഇതിന്റെ. പിന്നെ വരുന്നത് തഞ്ചാവൂരിനെ കുറിച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് വെച്ചാൽ, തഞ്ചാവൂരിന്റെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ, അധികാരത്തിലിരിക്കുന്ന മനുഷ്യൻ ആരൊരാൾ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നോ അവർക്ക് അധികാരം നഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആരും തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോവില്ല. 2 പേര് പോയി, 2 പേര് മരിച്ചു. പിന്നെ ദേശീയ പൊളിറ്റിക്സ് നിന്ന് ഒരാളാ പോയത്, അയാളും മരിച്ചു. അപ്പോൾ അത് വിശ്വാസത്തിന് ഭയങ്കര ബലം. ഒന്ന് ഇന്ദിരാഗാന്ധിയാ പോയത്, ഒന്ന് MGR, ഒന്ന് കരുണാനിധി. ഈ 3 ആൾക്കാരും ആ ഒരു സന്ദർശനത്തിന് ശേഷം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിന് പിന്നിൽ രസം എന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെ രാജരാജ ചോളനാണ് തഞ്ചാവൂർ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ ആ നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രാജഗുരുവായിട്ടുള്ള കരുവാരൂർ സിദ്ധയോഗികൾ എന്ന് പറഞ്ഞ അങ്ങേരാണ് ഇദ്ദേഹത്തിന്റെ ഗുരു. അപ്പം ഗുരുവാണ് സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഉണ്ടാക്കാം, ഇതിങ്ങനെ വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കിയാൽ എത്ര 1000 വർഷങ്ങൾ കഴിഞ്ഞാലും നിന്റെ യശസ് വിളിച്ചോതുന്ന ഒരു ക്ഷേത്രം നീ നിർമ്മിക്കണം എന്ന് പറയും. അങ്ങനെ അതിന് മുമ്പത്തുള്ള ഡൈനാസ്റ്റിയിലൊക്കെ ഉണ്ടാക്കിയതിനേക്കാളും ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് രാജരാജ ചോളൻ. നമ്മുടെ ഈ എന്തായിരുന്നു ആ സിനിമന്റെ പേര്, ഐശ്വര്യ റായ് ഒക്കെ ഉള്ളൊരു പടം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, പൊന്നിയിൻ സെൽവൻ. അതുപോലെ ഈ കുന്തവൈ ദേവിയും കുന്തവൈ ഇവരുടെ സഹോദരിയാണ്. അവരൊക്കെ എല്ലാവരും കൂടി വന്നിട്ട് കുറെ ഗോൾഡ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കുന്തവൈ. അപ്പോൾ അവരെല്ലാരും കൂടി ചേർന്നിട്ട് ഈ ക്ഷേത്രം നിർമ്മിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടുക്ക് തന്നെ ഈ രാജഗുരുവും രാജാവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അയാൾ പറയുമ്പോൾ ഒന്നല്ല രാജാവ് ഉണ്ടാക്കുന്നത്, അയാളുടെ ഇഷ്ടത്തിനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വിഗ്രഹം സ്ഥാപിക്കേണ്ട സമയമായ സമയത്ത് രാജഗുരുവിനോട് ചോദിക്കും, ഇതിപ്പോ ഞാൻ എവിടെയാണ് ഈ ശിവനെ സ്ഥാപിക്കേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ ഒന്നും മിണ്ടൂല. അയാൾ ഒരു വെറ്റിലെടുത്തിട്ട്
ചവച്ചിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ നീട്ടിത്തുപ്പും. ആ തുപ്പൽ വീണ സ്ഥലത്ത് അദ്ദേഹം പറയും, നിന്റെ ശിവനെ നീ അവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറയും. അപ്പോൾ രാജഗുരു പറഞ്ഞല്ലേ, അപ്പം ഒന്നും പറയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. അതിനുശേഷം ഏകദേശം ക്ഷേത്രം മുഴുവൻ കഴിഞ്ഞു. അതിൻ്റെ കുംഭാഭിഷേകം നടക്കുന്ന സമയം, പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തുറക്കാനുള്ള സമയമായപ്പം വീണ്ടും ഒരു കോൺഫ്ലിക്റ്റ് വന്നു. അപ്പോൾ രാജാവ് പറയുന്നത് അദ്ദേഹത്തിന് സംസ്കൃത രീതിയിൽ പൂജകൾ വെച്ചിട്ട് തുടങ്ങണമെന്നും, രാജഗുരു പറയുന്നത് തമിഴ് ആചാരപ്രകാരമായ അഗാമ രീതിയിൽ നമുക്ക് പൂജകൾ ചെയ്യാം, തമിഴ് ശാസ്ത്രപ്രകാരം ചെയ്താൽ മതി എന്ന്. പക്ഷെ രാജാവ് പറയുന്നു, ഞാനാണ് രാജാവ്, ഞാൻ പറയുന്ന പോലെ നടക്കുള്ളൂ, സംസ്കൃത രീതിയിൽ ചെയ്തണം. അങ്ങനെ സംസ്കൃത രീതിയിൽ പൂജാവിധികളൊക്കെ ചെയ്തിട്ടാണ് ക്ഷേത്രം തുറക്കുന്നത്. അപ്പം രാജഗുരു പറയും, നിങ്ങൾ രാജാവാണ്, നിങ്ങൾ പറയുന്നതേ ഇവിടെ നടക്കൂ, കാരണം നിങ്ങൾക്കാണ് അധികാരം. പക്ഷെ ഈ അധികാരത്തിന്റെ ഗർവ് സ്വന്തം ഗുരുവിനോട് കാണിച്ച നിന്നെ ഞാൻ ശപിക്കുകയാണ്. നീയും നിന്റെ തലമുറയും അതിനുശേഷം ഏതൊരാളാണോ അധികാരത്തിലിരിക്കുന്നത്, ആരൊരാളാണോ ഈ ക്ഷേത്ര കവാടം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അധികാരവുമായിട്ട് വരുന്നത്, അയാളുടെ അധികാരം നഷ്ടപ്പെട്ട്, അയാളുടെ ജീവൻ നഷ്ടപ്പെട്ട്, അയാളുടെ കുലമേ മുടിഞ്ഞു പോട്ടെ എന്നാണ് ശപിക്കുന്നത്. 1984 ഇന്ദിരാഗാന്ധിയും MGRും ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു രാജരാജ ചോളന്റെ പ്രതിമ അനാച്ഛാദനം നടത്തുന്നതിന് വേണ്ടിയിട്ട്. ചടങ്ങ് കഴിഞ്ഞ് പുറത്തെത്തിയത് MGR കുഴഞ്ഞു വീണിട്ടുണ്ട്, നേരെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അയാൾക്ക് കിഡ്നി ഫെയിലിയർ ആയി, പിന്നെ അയാൾക്ക് അധികാരത്തിൽ ഇരിക്കാനേ പറ്റിയിട്ടില്ല. അതേ വർഷം തന്നെ ഇന്ദിരാഗാന്ധി ഷോട്ട് ഡെഡ്. ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അവർ പറയുന്നത് കേട്ടോ. പിന്നെ കലൈഞ്ചർ കരുണാനിധി 2010 വരുന്നുണ്ട്, തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ 1000ാമത്തെ വർഷം ആഘോഷത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ കരുണാനിധിക്ക് അസുഖം ബാധിക്കുന്നുണ്ട്, ഇലക്ഷനിൽ ഏറ്റവും ഇതിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്, പിന്നെ ആള് മരിച്ചും പോവാണ്. അപ്പൊ തമിഴന്മാരുടെ വിശ്വാസം ഇപ്പോഴും അതാണ്, ആക്കം കൂട്ടി. അപ്പോൾ ഇപ്പോഴും വേറെയുള്ള ഒരൊറ്റ പൊളിറ്റീഷ്യനും അങ്ങോട്ട് കയറി, അതായത് കരുണാനിധി പോലും നേരെ കയറിയാലേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്ന് കരുണാനിധി എത്തീസ്റ്റ് ആണ് ആക്ച്വലി. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു മേക്ക് ഷിഫ്റ്റ് എൻട്രൻസ് ഉണ്ടാക്കി വേറൊരു ഭാഗത്തൂടെ, ഇതിലൂടെ കയറിയാലല്ലേ പ്രശ്നമുള്ളൂ എന്ന് അതുപോലെ കയറിയിട്ടും അങ്ങേർക്ക് ശാപം കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്തരം ഈ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ പോയാൽ പ്രശ്നം കിട്ടൂലല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു മൂപ്പര് പോയത്. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനൊക്കെ ഒരു ചലഞ്ച് ഏറ്റെടുക്കായിരുന്നു, നമ്മുടെ മുഖ്യമന്ത്രിക്കോ ആർക്കെങ്കിലും ഒക്കെ. അതെ, അതൊന്ന് പോയി നോക്കാലോ ഇത് നടക്കോ ഇല്ലേ. ശബരിമലയിലൊക്കെ ഇങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ, അപ്പൊ ഇനി ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചു. അല്ല, അവിടെ ഇപ്പൊ അങ്ങനെ വിലക്കൊന്നും ഇല്ലല്ലോ. തഞ്ചാവൂരിൽ ആർക്കും വിലക്കില്ല. അങ്ങനെ അത്രയും ഗഡ്സ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിലൊന്നും പോയി വരിക, അധികാരം നഷ്ടപ്പെടില്ല, നമുക്ക് കാണാലോ. മീൻസ് അതൊന്ന് പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടിയാണിത്. എല്ലാവർക്കും ഇതാ ഒരു സുവർണ അവസരം, ഞങ്ങളും കൂടി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ചലഞ്ചായിട്ട് ചെയ്താൽ മതി. അങ്ങോട്ട് പോവുക, എന്നിട്ട് വരിക. ഇപ്പൊ ഒരുപാട് ട്രിപ്പുകളൊക്കെ യാത്രാപ്രിയനായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അവസരവും കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ. ഈ തഞ്ചാവൂരേക്കും വൈത്തീശ്വരം കോവിലേക്കും ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഞാനും ഒക്കെ അതിൽ പങ്കെടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ പെട്ടെന്നാണ് അസുഖബാധിതനായത്. കണ്ടോ, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്, അലർജി ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ക്യാൻസൽ, ആക്ച്വലി ഇന്നലെ പോകേണ്ടതായിരുന്നു ആ ട്രിപ്പ്. ഇനി ഞാൻ ഓണം വെക്കേഷനിലേക്ക് അത് മാറ്റിയതാണ്. കാരണം കുറെ ആൾക്കാർ എന്റെ കൂടെ യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹം. അപ്പൊ ഇനി ഞാൻ വിചാരിക്കുന്നത് ഈ തലൈക്കൂത്തൽ നടന്ന പ്രദേശത്തൂടെ അതിന്റെ കഥാപശ്ചാത്തലം കൂടി വിവരിച്ചു കൊടുക്കാലോ. തഞ്ചാവൂരിന്റെ ഇതൊന്നും ആർക്കും അറിയില്ല, അധികം ഈ പറഞ്ഞ ശാപത്തിന്റെ കഥയൊന്നും ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് വിവരിച്ചുകൊണ്ട് അവരെയും കൊണ്ട് ഇങ്ങനെ പോയിട്ട് നാഗൂരൊക്കെ ഒന്ന് പോയിട്ട്, നാഗൂര് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ എപ്പോഴും ഈ ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളറകളിലേക്ക് വെറുതെ ആൾക്കാർ പറയുന്നത്. അപ്പൊ ഇത്തവണ ഞാൻ എന്നിട്ട് നാഗൂരിനെ കുറിച്ച് പറയുന്നുണ്ട്. നാഗൂര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, അതായത് ഒരു പിൽഗ്രിം സെന്റർ ആണ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പിൽഗ്രിം സെന്റർ. അത് ഷെയ്ഖ് ഷാഉൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാന്റെ ഖബറിടമാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പോവുക. അപ്പൊ അവിടെ ഈ നാഗൂര് പോയാൽ അവിടുത്തെ ഈ ഒരു ടോംബിന്റെ മുകളിൽ ഒരു ചങ്ങല ഇങ്ങനെ 4 കണ്ണി ചങ്ങല ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. അപ്പൊ ആ ചങ്ങലയാണ് അവിടുത്തെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള സംഭവം. അതും പിന്നെ അതുപോലെ 4-5 തേങ്ങകളുണ്ട്, കൊമ്പ് മുളച്ച തേങ്ങ എന്ന് പറയും. ഈ കൊമ്പില്ലേ നമ്മളെ ചെകുത്താനൊക്കെ കൊമ്പ് എന്ന് പറയും, അതുപോലത്തെ ഒരു, അതായത് പണ്ട് ഇദ്ദേഹം വന്ന സമയത്ത് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ വിട്ടുട്ടോ. അതായത് ഇയാള് ശ്രീലങ്കയിലെ പ്രചാരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ആദ്യമായിട്ട് എത്തുന്നത് നാഗൂരിനടുത്തുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പൊ അവിടെ എത്തിയ സമയത്ത്
അദ്ദേഹം ഒരു വീട്ടിൽ പോയിട്ട് വെള്ളം ചോദിക്കും. ആ വെള്ളം ചോദിക്കുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ ഉപ്പുവെള്ളമാണ് ഇദ്ദേഹത്തിന് കുടിക്കാൻ കൊടുക്കുക. അപ്പൊ അദ്ദേഹം പറയും, ഓ ഇവിടുത്തെ കിണറുകളിലൊക്കെ ഉപ്പുവെള്ളമാണല്ലേ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പോകുമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ പ്രദേശത്തുള്ള എല്ലാ കിണറിലും ഉപ്പുവെള്ളമാണ് അത്ര ഉണ്ടായത്. പിന്നീട് അത് കുറെ കാലത്തിന് ശേഷം സദഖത്തുല്ലാഹിൽ ഖാദിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള് വന്നിട്ട് പ്രാർത്ഥിച്ച ശേഷമാണ് മാറിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ തേങ്ങയുടെ കഥ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ, ഒരു വൃദ്ധയായ സ്ത്രീക്ക് ഒരു തെങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഈ തെങ്ങിലുള്ള തേങ്ങ ആരോ മോഷ്ടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇത് കൊണ്ടുപോയത് ഇത് നാഗൂർ ദർഗയിലേക്ക് കൊടുക്കാനുള്ള തേങ്ങയാണെന്ന്. അപ്പോൾ ഇയാൾ ചോദിക്കത്ര, എന്താ നാഗൂരിലേക്കുള്ള തേങ്ങക്ക് എന്താ കൊമ്പുണ്ടോ? അങ്ങനെ ആ തേങ്ങകൾക്ക് അപ്പം കൊമ്പ് മുളച്ചു എന്ന് അന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ആ തേങ്ങ നാഗൂര് തൂക്കിയിട്ടിട്ടുണ്ട് ഇപ്പോഴും, കൊമ്പ് മുളച്ച തേങ്ങ. അവിടെ പോയാൽ അതിന്റെ സീലിംഗിൽ ഇങ്ങനെ തൂക്കി. ആ തേങ്ങ മാത്രം? എങ്ങനെ? ആ തെങ്ങിൽ നിന്നുണ്ടായ എല്ലാ തേങ്ങകളും ആണോ? ആ ഒരു 4-5 തേങ്ങ ഉണ്ട് അവിടെ. കൊമ്പ് മുളച്ച തേങ്ങ ഇങ്ങനെ തൂക്കിയിട്ട്, അതായത് ഒരു കൊമ്പ് ഇങ്ങനെ കാണാൻ പറ്റും അതിന്റെ മുകളില് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ കണ്ടിട്ടുണ്ട്. ആ കൊമ്പ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റൻഷൻ അങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്. പിന്നെ ഉള്ളത് ഈ ചങ്ങല. ഈ ചങ്ങല എന്ന് വെച്ചാല് ദുൽഖർണി എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരിക്കൽ ഇദ്ദേഹത്തിനെ വിളിക്കും. ഒരു ഹിലർ നബി എന്ന് പറഞ്ഞൊരു നബി ഉണ്ട്. ആ നബി വന്നിട്ട് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളെ ആ ഒരു കൊട്ടാരം സന്ദർശിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കൊണ്ടുപോകും. അവിടെ കുങ്കുമത്തിലുള്ള വലിയൊരു താഴികക്കുടം നിറയെ രത്നങ്ങളും പവഴങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾ അന്ന് ഉളവ് എടുത്തിട്ട് നിസ്കരിക്കും എന്ന് പറയും. ആ സമയത്ത് വെള്ളിയുടെ വലിയ ജാർസ്, വലിയ ഭരണികളിലും ഇങ്ങനെ വരും, ചന്ദനവും മഞ്ഞളും അരച്ച് കലക്കിയിട്ടുള്ള. എന്നിട്ട് അതിൽ കൈ മുക്കിയിട്ട് ആ കുബ്ബയുടെ മുകളിൽ ഇങ്ങനെ കൈ വെക്കാൻ പറയും. കാരണം ഇതുവരെയുള്ള എല്ലാ കുത്തുബുകളുടെയും, അതായത് മഹാന്മാരുടെയും കൈയടയാളം അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടേതും പിന്നെ അബ്ദുൽ ഖാദർ ജീലാനിയുടെ താഴെയായിട്ട് നിങ്ങളുടെ കൈവരലും പതിപ്പിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം കൈവരൽ പതിപ്പിക്കുമ്പോൾ ഒരു അശരീരി വരും. ഇതോടുകൂടി നിങ്ങളുടെ കുത്തുബ് സ്ഥാനം ഉയർത്തപ്പെട്ടിരിക്കും, നിങ്ങളിപ്പോൾ വലിയ മഹാനായി വാഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നറിയാം. അപ്പൊ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ആ ടോംബിനെ കണക്ട് ചെയ്തിട്ടുള്ള 60 കണ്ണികളിൽ ഒരു ചങ്ങല ഉണ്ടായിരുന്നു. അതിൽ 4 കണ്ണി മുറിച്ചിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ആ കണ്ണിയാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ആ ചങ്ങല മുക്കിയ വെള്ളം കുടിച്ചാല് ഏത് രോഗവും മാറുന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ അപസ്മാര രോഗികള്, ഭ്രാന്തുള്ളവര്, അവരൊക്കെ കൊണ്ടുപോയിട്ട് നാഗൂര് കൊണ്ടുപോകും. എന്നിട്ട് ഈ ചങ്ങല മുക്കിയ വെള്ളമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കഥാപാത്രവും പോകുന്നുണ്ട്. അഹോറയും അവിടെ എല്ലാ മതക്കാർക്കും പോകാൻ പറ്റും. അപ്പൊ അഹോറയും അവിടെ പോകുന്നുണ്ട്, ഈ ചങ്ങലയിൽ പിടിക്കുക, അങ്ങനത്തെ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലൂടെ പോകുന്ന സമയത്തും രസകരമായിട്ടുള്ള മിത്തുകൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരിക്കും മിത്തിനോട് അല്ലെങ്കിൽ റിച്വൽസിനോട് കൂടുതൽ അടുപ്പം തോന്നാനുള്ള കാരണം എന്താ? അത് നറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗി അതിനാ. ഇപ്പോഴത്തെ കാലത്ത് ഞാനിപ്പോൾ ബുർജ് ഖലീഫയുടെ മുകളിൽ പോകുന്നതിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ രസം പുഷ്പക വിമാനത്തിൽ പോകുന്നതും അങ്ങനത്തെ കഥകൾ കേൾക്കാനായിരിക്കും ആൾക്കാർക്ക് കുറച്ചും കൂടി രസം. അതിന് നമ്മളിങ്ങനെ പ്രസന്റുമായിട്ട് കണക്ട് ചെയ്ത് എഴുതുമ്പോൾ അതൊരു കുറച്ചുകൂടി രസകരമായിട്ട് ആൾക്കാർക്ക് സ്വീകരിക്കാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഇതുവരെയുള്ള ആൾക്കാർക്ക് എഴുത്തിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആ ഇഷ്ടം പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം അതാണല്ലോ നമ്മൾ. അപ്പൊ എൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അധികവും ഇതുപോലത്തെ കാര്യങ്ങളാണ് എൻ്റെ റീഡേഴ്സ് ആഗ്രഹിക്കുന്നത്. ഉള്ളറകളിലെ രഹസ്യങ്ങളും നിഗൂഢതകളും ഒക്കെ അനാവരണം ചെയ്യുന്ന എഴുത്തിനോടാണ് എൻ്റെ ഓഡിയൻസിന് ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ അത് മാത്രല്ല, ഇനിയിപ്പം രാജീവ് ഗാന്ധി അസാസിനേഷൻ കൂടി ചെയ്ത് വന്നത് കൊണ്ട് ഇനിയിപ്പോ ആൾക്കാർ ഒരു പ്രാവശ്യം കൂടി അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കും. ഇപ്പൊ ചർച്ചാ വിഷയമാവും, തീർച്ചയായിട്ടും ആവട്ടെ. LTTB ആൾക്കാർ വന്നിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് എൻ്റെ പേടി, തമിഴ് പുലികളുടെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തലൈക്കൂത്തൽ എന്ന് പറയുന്ന പുസ്തകം ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നിപ്പോ തോന്നുന്നുണ്ട്. ഒന്നത് മുഴുവൻ ഒന്ന് വായിച്ച് ആ കഥാഗതി എങ്ങനെയാണ്, ആ ഓരോ ക്യാരക്ടറിലൂടെയും ഒന്ന് കടന്നു പോകണം എന്നുള്ള അത്രയും ആഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പൊ എപ്പോഴാണ് പുസ്തകം? ആക്ച്വലി ഈ മാസം 31-ന്, അതാണ് വിചാരിക്കുന്ന ഡേറ്റ്. പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റോറി സ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പബ്ലിക്കേഷൻസ് അവരാണിത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ 31-ാം തീയതി ഒന്ന് ആയി കിട്ടാൻ കാത്തിരിക്കുക. നമ്മള് ഈ പ്രസവവേദന എന്നൊക്കെ പറയും പോലെ എഴുതി കഴിഞ്ഞു, കൊടുത്തു, ടൈപ്പിംഗ് നടക്കുന്നുണ്ട്. അതിനി പുസ്തകമായി കൈ കിട്ടി നോക്കുമ്പോഴാണ് നമുക്കൊരു അല്ലേ, നമ്മൾ എഴുതിയത് എന്താണ്, എങ്ങനെയാ വന്നതെന്നൊക്കെ അറിയാനുള്ള. ഇനി അത് ഇറങ്ങി ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും റിവ്യൂ വരും. അതുവരെ ഒരു ടെൻഷനിലാണ്. അത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആൾക്കാരെ
ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലേ, അനാവശ്യമായിട്ട് ആൾക്കാർ എന്തെങ്കിലും അതിന് ഇന്റർപ്രിറ്റേഷൻസ് കണ്ടെത്തുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ ഇത് സ്വീകരിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ആൾക്കാർക്ക് അത്ര പരിചയമില്ലാത്തൊരു മേഖലയിലൂടെ കഥ പറഞ്ഞു പോകുന്നതുകൊണ്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർ വായിക്കും. പിന്നെ ഇത് ചിലപ്പോൾ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ട്. കാരണം അവിടുത്തെ ഒരു ഭൂമികയിൽ കഥ പറയുന്നതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റാൻ മതി ഈ ഒരു പുസ്തകത്തിന്. അപ്പൊ അങ്ങനെയും പ്ലാൻസ് നടക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഭാഷകളിലേക്കൊക്കെ. തിരക്കുള്ള ഒരു റൈറ്ററായി നാളെ ലോകം അറിയപ്പെടട്ടെ. താങ്ക് യു. ഇതുവരെ ഏതെങ്കിലും എഴുതിയ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല? ഇല്ലല്ല, ട്രാൻസ്ലേഷൻസ് പോവാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അകർത്തയും പൂർണ്ണാനന്ദയൊക്കെ ഇംഗ്ലീഷിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. ആണോ? അടിപൊളി. പിന്നെന്താ വേണ്ടത്? ഇങ്ങനെ ഘട്ടം ഘട്ടമായി വളരട്ടെ, എല്ലാവരും അറിയപ്പെടട്ടെ ഇങ്ങനെ ഒരു എഴുത്തുകാരനെ പറ്റി. അത് മാത്രമല്ല, ആരും സഞ്ചരിക്കാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്, അത്തരം വഴികളിലൂടെയല്ലേ യാത്ര ചെയ്യുന്നത്. അപ്പോ ആൾക്കാർക്ക് ഇത്തരം കഥകൾ വായിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോ അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് അടുത്തത് മിഷന്റെ അടുത്ത കഥ, അടുത്ത നോവൽ എപ്പോഴാണെന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അടുത്ത 2 ആഴ്ച കഴിഞ്ഞാല് പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ കവറും അതുപോലെ തന്നെ കുറച്ച് സമയം എടുക്കാറുണ്ട് കവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഐഡിയ പറഞ്ഞിട്ട് അതിലേക്ക് എത്തി വരുന്നവരെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ്. ഒരു വ്യത്യസ്തതയുണ്ട്. ഇങ്ങനെ മുഴുവനായിട്ട് നമ്മളിപ്പോ ബുക്ക് സ്റ്റോളിലൊക്കെ പോയി നോക്കുമ്പോ സ്ട്രൈക്ക് ചെയ്ത് അതും ഞാനിങ്ങനെ പർപ്പസ്ഫുള്ളി ഇങ്ങനെ ചെയ്യിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് കൺവേ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ പുസ്തകങ്ങളിലൊക്കെ സ്വന്തം ആത്മാംശം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ തലൈക്കുത്തലാണെങ്കിലും ഒക്കെ ഞാൻ തന്നെയാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നത്. പല കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ കണ്ട കാഴ്ചകള്, ഞാൻ പോയ സ്ഥലങ്ങളില് ഞാൻ പറയുന്ന രീതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് ഞാൻ തന്നെ വരാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഈ കവർ പേജിലായാലും സ്വന്തം പ്രതിരൂപം തന്നെയാണ് എനിക്ക് അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ട് ഇരിക്കുന്നതായിരിക്കും. അതെ അതെ. പിന്നെ അകർത്തയിലും അതുപോലെ തന്നെ, അകർത്തയിലും ഉണ്ട്. അപ്പൊ എന്തുതന്നെയായാലും നന്നായിരിക്കട്ടെ. ജനങ്ങൾ ഇരു കൈയും നീട്ടി ഹൃദയത്തിലേറ്റട്ടെ ഈ പുസ്തകം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.